ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2024 ഏപ്രിൽ മാസത്തിൽ കേരള PSC നടത്തിയ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ എക്സാം. ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഫുള്ള് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ പോവുകയാണ്. 1 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ ആദ്യകാലത്തൊക്കെ ഈ കേരള PSC JPHൻ്റെ എക്സാം വെക്കുന്ന സമയത്ത് അതിനകത്ത് 10 മാർക്കിന് 20 മാർക്കിന് എന്തോ GK ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം നടത്തുന്ന എക്സാംസിനൊന്നും എന്തില്ല, GK പാർട്ടില്ല. ഫുള്ള് നമ്മുടെ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. 100ൽ 100ഉം ഇങ്ങനെ പഠിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു എക്സാമായിട്ടാണ് നടത്തുന്നത്. നമ്മുടെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന ഭാഗത്തു നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഈ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്? എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇപ്പോൾ പഠിച്ചിട്ടിറങ്ങിയവരാണെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്തവരെല്ലാവരും വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലേ? വർക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പഠിക്കാൻ സമയം കാണത്തില്ല. ഹോസ്റ്റലിൽ വന്നു കഴിയുമ്പോൾ പഠിക്കാൻ സമയം കാണത്തില്ല. ഒരുപാട് വർക്കുകൾ JPH എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ടാകും. ഇതെല്ലാം ചെയ്ത് നമുക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാവും അല്ലേ? നാളെ നമുക്ക് റിപ്പോർട്ട് കൊടുക്കണം, അവിടെ മീറ്റിങ്ങിന് പോകണം, ഫീൽഡിൽ പോകണം, ഇമ്മ്യൂണൈസേഷൻ ഡ്യൂട്ടി ഉണ്ട്, അങ്ങനെ നമുക്ക് ഒരുപാട് വർക്കുകളുണ്ടാകും. പക്ഷേ ഈ വർക്കുകൾക്കിടയിലും നമ്മൾ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ റൂമിൽ വന്നിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ വന്നിട്ട് പഠിക്കാൻ സമയം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. നിങ്ങൾ മിനിമം എത്ര മണിക്കൂറൊക്കെ പഠിക്കും? 1, 2, ഒരു 4 മണിക്കൂർ 8 മണിക്കൂറൊക്കെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും പോർഷൻസ് ഇനി കവർ ചെയ്യാനും റിവിഷൻ ചെയ്യാനും റിവിഷൻ ചെയ്യാനും ഒക്കെ സമയം കിട്ടുള്ളൂ. നമ്മൾ ഒരു തവണ പഠിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബോർഡ് എക്സാം എഴുതുന്ന പോലെ നമുക്ക് PSC എക്സാം എഴുതാൻ പറ്റത്തില്ല. നമുക്ക് ബോർഡ് എക്സാമിന് എത്ര മാർക്കേ 1 വേർഡ് വരുന്നുള്ളൂ? 10 മാർക്കൊക്കെ മാക്സിമം 1 വേർഡ് വരുന്നുള്ളൂ അല്ലേ? ബാക്കി ഫുള്ള് നമുക്ക് വരുന്നത് എന്ത് എഴുതാനായിട്ടാണ്? essay ക്വസ്റ്റ്യൻസ്, ഷോർട്ട് essay അങ്ങനെ എഴുതാനാണ് വരുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എങ്ങനെയാണേലും വാങ്ങാൻ പറ്റും. essay ആണ്, ഷോർട്ട് essay ആണ്. അതിൽ നിന്നൊരു പോയിന്റ് മിസ്സായാലും നമുക്ക് അറിയുന്ന വെച്ച് എഴുതി നമുക്ക് മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. പക്ഷേ 1 വേർഡിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ അങ്ങനെയാണോ? അല്ലല്ലേ? 1 വേർഡിന് ഒരു മാർക്ക് പോയാൽ ആ മാർക്ക് ഫുള്ള് പോയതാണ്. നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ ആ ഒരു മാർക്ക് മൊത്തത്തിൽ പോയതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് PSCയിൽ വരുമ്പോഴും അതുപോലെയാണ്. PSCയിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ബോർഡ് എക്സാം എഴുതുമ്പോഴേക്കും ഒരു മാർക്ക് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, തെറ്റാണെങ്കിൽ തെറ്റ്, മൈനസ് മാർക്ക് വരുന്നില്ല. പക്ഷേ PSCയിൽ വരുമ്പോൾ എന്താ ഉണ്ടാവുകയെന്നറിയോ? നമുക്ക് ഉത്തരം അറിയത്തില്ലെങ്കിൽ ഓക്കെ, നമുക്ക് മാർക്കില്ല, പോയി, നമുക്ക് മാർക്കില്ല, അവിടെ മൈനസ് ഒന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് ഒരു ഉത്തരം തെറ്റിക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു മാർക്ക്, നമ്മൾ അറിയാവുന്നത് പറഞ്ഞ് എഴുതിയ ഒരു മാർക്ക് നമുക്ക് കിട്ടേണ്ട മാർക്കിൽ നിന്ന് ഒരു 3/4 മാർക്ക് അങ്ങ് പോയി കളയും. ഓക്കെ, നമുക്ക് ടോട്ടൽ മാർക്കിനെ നമുക്കത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് അറിയുന്ന ഉത്തരങ്ങൾ മാത്രം എഴുതുക. ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2024 ഏപ്രിൽ മാസം PSC നടത്തിയ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എക്സാമിൻ്റെ, നമ്മുടെ JPHൻ്റെ എക്സാമിൻ്റെ ഫുൾ വീഡിയോ ആണ്. നേരത്തെ ആദ്യകാലങ്ങളിലൊക്കെ എക്സാം നടത്തുന്ന സമയത്ത് PSCൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കണം, മനസ്സിലാവും. അതിനകത്ത് 10-20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ GK ക്വസ്റ്റ്യനായിട്ട് പോയിട്ടുണ്ടല്ലേ. പക്ഷേ ഇപ്പോൾ നടത്തുന്ന എക്സാമിലൊക്കെ 100ൽ നമ്മുടെ 100 ക്വസ്റ്റ്യൻസും എന്ത് തന്നെയാണ്? ട്രേഡ് എക്സാമാണ്. നമ്മുടെ തന്നെ നേഴ്സിംഗ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. വേറെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഫുള്ള് നേഴ്സിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതൊക്കെ പോട്ടെ. നിങ്ങൾ എത്ര പേര് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി? പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ വർക്കൗട്ട് ചെയ്യണം. JHയുടെയും JPHൻ്റെ ഒക്കെ വെറുതെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഏകദേശമൊക്കെ ഒരുപോലെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉള്ളത്. എത്ര പേര് വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കി? എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇതുവരെ വർക്കൗട്ട് ചെയ്തു? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഡിഫറൻസ് എന്താണെന്നുള്ളത്. നമ്മൾ നോർമൽ വെറുതെ നമ്മുടെ ബോർഡ് എക്സാമിന് പഠിക്കുന്ന പോലല്ല നമ്മൾ PSC എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുമ്പം അതിനകത്ത് കൂടുതൽ എക്സാമിന് തന്നെ വ്യത്യാസം വരുന്നുണ്ടല്ലോ. നമുക്കറിയാം സാധാരണ എക്സാമും PSC എക്സാമും ഒക്കെ തന്നെ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾ ബോർഡ് എക്സാമൊക്കെ എഴുതി അതിൽ 1ാമത്തെ റാങ്കുകാരിയോ 2ാമത്തെ റാങ്കുകാരിയോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അത് PSCയിലോട്ട് വരുമ്പോൾ അത്രയും പ്രതീക്ഷിക്കരുത്. കാരണം നമ്മൾ അവിടെ എഴുതുന്ന കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസാണ്, ആൻസേഴ്സാണ്. PSCയിലോട്ട് വരുമ്പോൾ ഫുൾ ഒബ്ജക്റ്റീവാണ്. ഒരു ആൻസർ തിരഞ്ഞെടുക്കുക, അതിൽ ഫുൾ കൺഫ്യൂഷൻസ് നമുക്ക് വരും. നമുക്ക് ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിലും ഒരു 5-6 തവണ വായിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. ആ എന്തെങ്കിലുമൊക്കെ നമുക്ക് വലുതാക്കി എഴുതി വെക്കാനായിട്ട് പറ്റും. അത് വായിക്കുന്ന ആൾക്ക് കംഫർട്ടബിളാണ്, അവർക്കൊരു സമാധാനം കിട്ടും. അവർക്കത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടാറൊക്കെ ഉണ്ടല്ലേ. പക്ഷേ PSCയിൽ അങ്ങനെയല്ല. PSCയിൽ എപ്പോഴും 1 ടൈം ഒരു ചോദ്യമാണ് ചോദിക്കുന്നുണ്ടാവുക. ആ ചോദ്യത്തിന് ഒബ്ജക്റ്റീവ് ചോദ്യം 1 മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണല്ലേ. അപ്പോൾ നമുക്കറിയാം ആ 1 മാർക്ക് പോയാൽ പോയി.
PSC-യിലാകുമ്പോഴേക്കും മൈനസ് മാർക്കും കൂടെ വരും. അപ്പം അങ്ങനെയല്ല നമ്മളപ്പം അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് മനസ്സിലാവുകയുള്ളൂ, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ, എങ്ങനെ മൈനസ് മാർക്ക് ഇല്ലാതാക്കണം. മൈനസ് മാർക്ക് വരുന്നത് എങ്ങനെയാണ്? ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കുമ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ഉത്തരത്തിൽ നിന്ന് അല്ല ഒരു മാർക്കിൽ നിന്ന് ആ മൈനസ് മാർക്ക് അങ്ങ് പോയി കളയും അല്ലേ. അപ്പം അങ്ങനെയാണ് നമുക്ക് ചിലപ്പം മിക്കപ്പോഴും റാങ്കുകൾ നഷ്ടമാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് നമുക്ക് നഷ്ടമാകുന്നതൊക്കെ അങ്ങനെയാണ്. പിന്നെ PSC-യിൽ വരുന്ന ഒരു കാര്യമാണ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. നമ്മൾ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് പോകുമ്പോഴേക്കും ക്വസ്റ്റ്യൻ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുമ്പോഴേക്കും നമുക്ക് എന്തിനുള്ള ടെൻഡൻസി വരും, നമുക്ക് അതിന് ആൻസർ ചെയ്യാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസും ക്വസ്റ്റ്യനുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നില്ല, നമുക്കറിയുന്ന ഉത്തരവല്ല അതിലുള്ളത്. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ട്രൈ ചെയ്യാൻ പോകും. ട്രൈ ചെയ്തൊന്ന് കറക്കി കുത്തി വരുമ്പോഴേക്കും ചിലപ്പം ശരിയാകും, ചിലപ്പം തെറ്റിപ്പോവും. ആ ചിലപ്പം എന്നുള്ള സാധനം ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇപ്പോൾ ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒക്കെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, നമുക്ക് മൈൻഡിലുണ്ട് മൈനസ് മാർക്ക് വരും എന്നുള്ളത്. അത് കാരണം നമ്മൾ എന്ത് ചെയ്യും, ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് മൈൻഡ് ആക്കത്തില്ല, അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും അല്ലേ. അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്കിങ്ങനെ സംശയത്തിൻ്റെ പുറത്ത് നമ്മൾ ഒരു ഉത്തരവും പോയി ഞെക്കാനായിട്ട് കുത്താനായിട്ട് പാടില്ല. ആ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞങ്ങ് വിട്ടേക്കണം. പിന്നെ നമ്മൾ ആ പരിസരത്തെ പോകാൻ പാടില്ല. നമുക്ക് മൈനസ് മാർക്ക് വരണ്ടാത്ത രീതിയിൽ വേണം നമ്മൾ PSC എക്സാം എഴുതാനായിട്ട്. അപ്പം എല്ലാവരും അതിന് വേണ്ടിയിട്ട് പഠിക്കുക, ഓരോ ക്വസ്റ്റ്യൻസും പഠിക്കുക, ഓരോ പോർഷൻസും അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല, നമ്മളെ കൊണ്ടിങ്ങനെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. ചില പോർഷൻസൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം ആ ഒരു പാറ്റേണിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്, PSC-ൻ്റെ പാറ്റേണിൽ വരുന്ന നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, അറിയാത്ത ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മാക്സിമം പഠിക്കാൻ നോക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് PSC ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ കൂടെ എഴുതുന്ന എല്ലാവരും ഇതുപോലെ പഠിക്കുന്നവരാണ്. നമ്മൾ 1 മണിക്കൂറെ പഠിക്കുന്നുള്ളെങ്കിൽ അവർ 2 മണിക്കൂർ 3 മണിക്കൂർ എഫേർട്ട് ഇട്ട് പഠിക്കുന്നവരാണ് അല്ലേ. നമ്മുടെ കൂടെ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നത് നമ്മുടെ ജൂനിയേഴ്സ് ഉണ്ട്, സൂപ്പർ ജൂനിയേഴ്സ് ഉണ്ട്, സീനിയേഴ്സ് ഉണ്ട്, സൂപ്പർ സീനിയേഴ്സ് ഉണ്ട്. നേരത്തെ ബാച്ചിലൊക്കെ എക്സാം എഴുതി കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. കൂടെ വേറെ നേഴ്സിംഗ് കോഴ്സ് പഠിച്ച കുട്ടികളുമുണ്ട്. അപ്പോൾ നമുക്ക് JPH-നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കാര്യമായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് വർക്കൗട്ട് ചെയ്യാനുണ്ട്. നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇന്ന് പഠിക്കുന്നില്ല എന്ന് വെച്ച് ഒരു ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നൊരു ആഘോഷമുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു മൂഡില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്ന ആ 1 മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ദിവസം വേറൊരാൾ കൊണ്ടുവരുന്ന പഠിക്കുകയാണ്. അവർ ആ ദിവസം പഠിക്കുന്നുണ്ട്, നിങ്ങൾ നഷ്ടപ്പെടുന്ന ആ മണിക്കൂർ അവർ പഠിക്കുന്നുണ്ട്, അവർ രാത്രിനെ പകലാക്കി ഇരുന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നമ്മളെക്കാളും എത്രയോ മുമ്പിലേക്ക് അവർ പോവുകയാണല്ലേ. അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഇരുന്ന് പഠിക്കുക. സമയമില്ല എന്ന് പറയരുത്, സമയം നമ്മൾ എപ്പോഴും ഉണ്ടാക്കി പഠിക്കണം. നമുക്ക് ഈ എക്സാം കഴിയുന്നിടം വരെ എല്ലാത്തിൻ്റെയും സമയം നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വേക്കൻസീസൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസിയൊക്കെ കുറവാണ്. ആ വേക്കൻസിയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഏതൊക്കെ കോഴ്സിന് ചേർന്നിട്ടുണ്ട്, PSC കോച്ചിന് ചേർന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പഠിക്കണം, പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരിലൊക്കെ കാലും നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ, നമുക്ക് ജോലി കിട്ടാനും സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ള് സോൾവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാം ഓൾറെഡി ഇത് നോക്കിയിട്ടുണ്ടാകും, ഓൾറെഡി വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ജസ്റ്റ് നമുക്കിതൊന്ന് ക്വസ്റ്റ്യനും ആൻസറും മാത്രം നോക്കി പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, all are true about panel discussion except dash. Option A, panel of 4 to 8 experts discuss a health topic. Option B, audience is present. Option C, specific agenda and order of speaking. Option D, audience can take part. Correct answer option C, specific agenda and order of speaking. Next question. Question number 2. Which of the following is the correct sequence of communication process? Option A, sender, message, channel, feedback, receiver. Option B, receiver, message, channel, feedback, sender. Option C, message, sender, channel, receiver, feedback. Option D, sender, message, channel, receiver, feedback.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക്. Question number 3. Gather approach is useful for dash. Option A. Chlorination of water. Option B. Counseling. Option C. Refuse disposal. Option D. Data analysis. Correct answer option B. Counseling. Question number 4. The tool used to assess the family's coping is dash. Option A. Coping index. Option B. Coping deficit. Option C. Nutritional assessment. Option D. Anthropometric measurement. Correct answer option A. Coping index. Next question. Question number 5. The major functioning unit of a society is dash. Option A. Individual. Option B. Couple. Option C. Family. Option D. Community. Correct answer option D. Community. Question number 6. Which one of the following concepts recognize the strength of social, economic, political and environmental influences on health? Option A. Biomedical concept. Option B. Ecological concept. Option C. Holistic concept. Option D. Psychosocial concept. And correct answer option C. Holistic concept. Question number 7. The essential member of the health team is dash. Option A. An auxiliary worker. Option B. Health inspector. Option C. Medical officer. Option D. Public health nurse. Correct answer option A. An auxiliary worker. Question number 8. Temperature in an ILR at PHC is recorded using dash. Option A. Cata thermometer. Option B. Dial thermometer. Option C. Sling psychometer. Option D. Anemometer. Correct answer option B. Dial thermometer. Question number 9. Action which halts the process of the disease at its incipient stage and prevents complications is defined as dash. Option A. Primordial prevention. Option B. Primary prevention. Option C. Secondary prevention. Option D. Tertiary prevention. Correct answer option C. Secondary prevention. Question number 10. Number of ASHA visit after home delivery is dash. Option A. 4. Option B. 5. Option C. 6. Option D. 7. Correct answer option D. 7. Question number 11. Millennium Development Goals were launched by dash. Option A. WHO in 1998. Option B. UN in 2000. Option C. WHO in 2000. Option D. UN in 1998. Correct answer option B. UN in 2000. Question number 12. WHO Formation Day is dash. Option A. April 7. Option B. May 5. Option C. June 10th. Option D. July 10th. Correct answer option A. April 7th. Question number 13. Who among the following is chairman of Central Council for Health? Option A.
പ്രൈം മിനിസ്റ്റർ. ഓപ്ഷൻ ബി സെക്രട്ടറി ഓഫ് ഹെൽത്ത്. ഓപ്ഷൻ സി യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ. ഓപ്ഷൻ ഡി ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ. Question number 14. True about Indian reference woman is dash. Option A age 18 to 29 years. Option B weight 60 kg. Option C work is mainly sedentary. Option D 10 hours of occupation. Correct answer option A age 80 to 28 years. 29 years. Age 18 to 29 years. Next question. Question number 15. The most common cause of blindness in India is dash. Option A trachoma. Option B cataract. Option C refractive errors. Option D vitamin A deficiency. Correct answer option B cataract. Next question. Question number 16. National health policy is based on dash. Option A primary health care. Option B tertiary care. Option C child care. Option D mother care. Correct answer option A primary health care. Question number 17. Which one of the following is not a socio-economic indicator? Option A literacy rate. Option B family size. Option C housing. Option D life expectancy at birth. Correct answer option D life expectancy at birth. Question number 18. The brownish triangular raised foamy patches seen on the white portion of the eyes is called dash. Option A night blindness. B xerophthalmia. D keratomalacia. D Bitot spots. Correct answer option D Bitot spots. Question number 19. Deficiency of thiamine result in dash. Option A rickets. Option B Wernicke's encephalopathy. Option C scurvy. Option D pernicious anemia. Correct answer option B Wernicke's encephalopathy. Question number 20. Chloramine is a loose compound of dash. Option A chlorine and ammonia. Option B chlorine and sulfur. Option C chlorine and phosphate. Option D chlorine and potassium. Correct answer option A chlorine and ammonia. Question number 21. The term applied to the waste water which does not contain human excreta. Option A sewage. Option B sludge. Option C sludge. Option D effluent. Correct answer option B sludge. Question number 22. The following ventilation system air is forced into the room. Option A exhaust ventilation. Option B balanced ventilation. Option C air conditioning. Option D plenum ventilation. Correct answer option D plenum ventilation. Question number 23. The optimal level of fluoride in drinking water is between option A 0.2 to 0.4 ppm. Option B 0.3 to 0.5 ppm. Option C 0.4 to 0.8 ppm. Option D 0.5 to 0.8 ppm. Correct answer option D 0.5 to 0.8 ppm. Question number 24.
Podiatric medicine is a branch of medicine that concerned with the care and treatment of dash. Option A hands, option B skin, option C nerves, option D foot. Correct answer option D foot. Question number 25. Poor man's meat is dash. Option A wheat, option B maize, option C soybean, option D bajra. Correct answer option C soybean. Question number 26. The hardness of water is due to the presence of dash. Option A nickels, option B phosphates, option C nitrates, option D bicarbonates. Correct answer option D bicarbonates. Question number 27. Reference protein is option A cereals, option B beans, option C nuts, option D egg. Correct answer option D egg. Question number 28. The best method of refuse disposal in which refuse is buried in trenches or pits 3 feet deep for a period varying from 3 to 6 months is known as dash. Option A controlled tipping, option B composting, option C dumping, option D incineration. Correct answer option A controlled tipping. Question number 29. The following are the characteristics of a mentally healthy person except dash. Option A mentally healthy person feels comfortable about himself. Option B a mentally healthy person does not accept shortcomings. Option C a mentally healthy person feels right towards others. Option D a mentally healthy person is able to meet the demands of life. Correct answer option B a mentally healthy person does not accept shortcomings. Question number 30. A mental illness which is associated with undue and extreme suspicion and a progressive tendency to regard the whole world in a framework of delusion is dash. Option A schizophrenia, option B maniac depressive psychosis, option C paranoia, option D neurosis. Correct answer option C paranoia. Question number 31. Light is measured in terms of dash. Option A foot candle, option B decibel, option C pascals, option D watts. Correct answer option A foot candle. Question number 32. The name of the mosquitoes that breed in dirty and polluted water is dash. Option A Anopheles, option B Culus, option C Aedes aegypti, option D Mansonia. Correct answer option C Aedes aegypti. Question number 33. Scabies is caused by option A tick, option B loose, option C itchy mite, option D flea. Correct answer option C itchy mite. Question number 34. Health promotion is a specific intervention that comes under option A primordial prevention, option B primary prevention, option C secondary prevention, option D tertiary prevention. Correct answer option B primary prevention.
Question number 35. Antibody present in human milk. Option A IgA, option B IgD, option C IgE, option D IgM. Correct answer option A IgA. Question number 36. Which of the following is not a type of precurrent disinfection? Precurrent disinfection, Option A hand washing, option B pasteurization of milk, option C disinfection of urine, option D disinfection of water by chlorine. Correct answer option C disinfection of urine. Question 37. Which of the following vaccine is least sensitive to heat? Option A BCG, option B hepatitis B, option C pentavalent, option D influenza. Correct answer option B hepatitis B. Question number 38. Which of the following is not an element of primary health care? Option A promotion of food supply, option B maternal and child care, option C provision of essential drugs, option D prevention and control of epidemic disease. Correct answer option D prevention and control of epidemic diseases. Question number 39. Which of the following is not a method of inducing passive immunity? Option A administration of immunoglobulin, option B administration of vaccine, option C transfer of maternal antibodies across placenta, option D transfer of lymphocytes. Correct answer option B administration of vaccine. Question number 40. Pulse polio immunization program was launched in India in option A 1995, option B 1996, option C 1997, option D 1999. Correct answer option A 1995. Question number 41. The incubation period of chickenpox. Option A 10 to 14 days, option B option B 2 to 3 days, option C 14 to 16 days, option D 4 to 7 days. Correct answer option C 14 to 16 days. Question number 42. Which of the following is not a principle of primary health care? Option A equitable distribution, option B community involvement, option C multi-sectorial approach, option D education of people. Correct answer option D education of people. Question 43. Continuous scrutiny of the factors that determine the occurrence and distribution of disease is called option A monitoring, option B surveillance, option C assessment, option D epidemiology. Correct answer option B surveillance. Question number 44. Absolute termination of an infection from the world is called option A eradication, option B isolation, option C segregation, option D surveillance. Correct answer option A eradication. Question number 45. The first case come to the attention of the investigator. Option A primary case,
ഓപ്ഷൻ ബി ഇൻഡെക്സ് കേസ്, ഓപ്ഷൻ സി സബ് ക്ലിനിക്കൽ കേസ്, ഓപ്ഷൻ ഡി ടിപ്പിക്കൽ കേസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇൻഡെക്സ് കേസ്. Question number 46. Which of the following disease is transmitted by direct contact? Option A measles, option B tuberculosis, option C leprosy, option D typhoid. Correct answer option C leprosy. Question number 47. System of storage and transport of vaccine at low temperature from manufacturer to actual vaccination site. Option A vaccine carrier, option B cold chain, option C ILR, option D refrigerator. Correct answer option B cold chain. Question 48. Which of the following vaccine must be stored in freezer compartment? Option A BCG, option B hepatitis, option C measles, option D DPT. Option C measles. Question 49. An agent that destroy or inhibit the growth of infectious agent in living tissue. Option A antiseptic, option B disinfectant, option C detergent, option D deodorant. Correct answer option A antiseptic. Question 50. Cold sponging is given to patient with fever when the temperature is more than option A 36 degrees Celsius, option B 37 degrees Celsius, option C 38 degrees Celsius, option D 39 degrees Celsius. Correct answer option D 39 degrees Celsius. Question number 51. Which of the following is a viral disease? Option A typhoid, option B rabies, option C cholera, option D diphtheria. Correct answer option B rabies. Question number 52. The type of fracture in which the bones are broken and pierce the skin surface. Option A open fracture, option B closed fracture, option C comminuted fracture, option D complete fracture. Correct answer option A open fracture. Question number 53. Superficial wound in which the topmost layers of skin are scraped off leaving a raw area is called option A laceration, option B abrasion, option C contusion, option D punctured wound. Correct answer option A laceration. Question number 54. Provision of integrated preventive, curative and promotional health services from womb to tomb to every individual residing in a defined geographical area is called dash. Option A comprehensive health care, option B basic health services, option C primary health care, option D tertiary health care. Correct answer option A comprehensive health care. Question number 55. Which of the following statement is not true about MBFHI? Option A hospital should have a written breastfeeding policy. Option B enable mothers and their infants to remain together and
to practice rooming in throughout the day and night. Option C. Breastfeeding should be done every 3 to 4 hours. Option D. Give no artificial teats or pacifier to breastfeeding infants. Correct answer option C. Breastfeeding should be done every 3 to 4 hours. Question number 56. What should the immediate actions taken while a 8-month-old baby is brought to hospital with a seizure? Option 1. Secure airway. Option 2. Check oxygen saturation and start oxygen. Option 3. Check blood sugar. Option 4. Start antibiotic. Option A. Option 1 and 4. Option B. Option 1, 2 and 3. Option C. 1 and 3. Option D. 2, 3 and 4. Correct answer option B. 1, 2 and 3. Question number 57. Pituitary hormones responsible for breast milk secretion and ejection are dash. Option A. Prolactin and oxytocin. Option B. Oxytocin and luteinizing hormone. Option C. Vasopressin and prolactin. Option D. Oxytocin and vasopressin. Correct answer option A. Prolactin and oxytocin. Question number 58. Which is the program formulated for ensuring development of adolescent girls? Option A. Balika Samriddhi Yojana program. Option B. Beti Bachao Beti Padhao initiative. Option C. Rashtriya Bal Swasthya Karyakram. Option D. Kishori Shakti Yojana. Correct answer option D. Kishori Shakti Yojana. Question number 59. Lifespan of expressed breast milk is room temperature. Option A. 6 to 8 hours. Option B. 12 hours. Option C. 24 hours. Option D. 48 hours. Correct answer option A. 6 to 8 hours. Question number 60. What is the expected weight of a baby at 5 months if birth weight was 2.5 kg? Option A. 5 kg. Option B. 4 kg. Option C. 3 kg. Option D. 7.5 kg. Correct answer option A. 5 kg. Question number 61. Which program is formulated to combat adolescent anemia? Option A. Nutrition program for adolescent girls. Option B. Reproductive and child health program. Option C. WIFS supplementation program. Option D. ICDS program. Correct answer option C. WIFS supplementation program. Question number 62. The act which prohibit the employment of children in all occupations and prohibit the engagement of adolescents in hazardous occupation. Option A. The Child Labour Prohibition and Regulation Act of 1986. Option B. The Juvenile Justice, Care and Protection of Children Act 2000. Option C. The National Policy on Child Labour. Option D. The Child Labour Prohibition and Regulation Amendment Act 2016. Correct answer option D. The Child Labour Prohibition and Regulation Amendment Act 2016. Question number 63. The growth and development stage known as ugly duckling stage is option A. Adolescent. Option B. Schooler. Option C. Preschooler. Option D. Toddler.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്കൂളർ. Question number 64. Which is the criteria used for sexual maturity rating in adolescents? Option A. Tanner's criteria. Option B. Sexual identity scale. Option C. Trivandrum development screening chart. Option D. Kinsey scale. Correct answer option A. Tanner's criteria. Question number 65. What does exclusive breastfeeding mean? Option A. Babies should be given only breast milk and fluids up to 6 months of age. Option B. Babies should be given only breastfeeding up to 6 months of age. Option C. Babies should be given only breast milk up to 3 months of age. Option D. Babies should be given breast milk up to 2 years of age. Correct answer option B. Babies should be given only breast milk up to 6 months of age. Question number 66. Grasping of object with the fingers by infant is known as dash. Option A. Palmar grasp. Option B. Voluntary grasp. Option C. Pincer grasp. Option D. Reflex grasp. Correct answer option C. Pincer grasp. During resuscitation in children, in how much depth and chest compression should be given? Option A. 1.5 inches. Option B. 2 inches. Option C. 2.5 inches. Option D. 3 inches. Correct answer option B. 2 inches. Question number 68. Dash is the branch of science which deals with the study of human population. Option A. Family planning. Option B. Contraception. Option C. Fertility control. Option D. Demography. Correct answer option D. Demography. Question number 69. Dash is the alteration of the shape of the forthcoming fetal head while passing through the resistant birth passage during labor. Option A. Engagement. Option B. Molding. Option C. Lightening. Option D. Presentation. Correct answer option B. Molding. Question number 70. The most important muscle supporting the pelvic organ which forms the pelvic floor is dash. Option A. Levator ani. Option B. Ureter. Option C. Urinary bladder. Option D. Urethra. Correct answer option A. Levator ani. Question 71. The uterus which in non-pregnant state weight about dash gram. Option A. 900 gram. Option B. 60 gram. Option C. 1000 gram. Option D. 100 gram. Correct answer option B. 60 gram. Question 72. Dash carries oxygenated blood from the placenta to the fetus. Option A. Umbilical vein. Option B. Umbilical artery. Option C. Foramen ovale. Option D. Ductus arteriosus. Correct answer option A. Umbilical vein. Question number 73. Marked softening of the cervix which is evident as early as 6 weeks of pregnancy is termed as dash. Option A. Goodell signs. Option B. Chadwick signs. Option C. Palmar signs. Option D. Osiander signs. Correct answer option A. Goodell signs.
Question 74. An extreme form of pigmentation around the cheek, forehead and around the eyes which disappears spontaneously after the delivery is dash. Option A. Stretch marks. Option B. Chloasma gravidarum. Option C. Montgomery tubercle. Option D. Linea nigra. Correct answer option B. Chloasma gravidarum. Question number 75. Systematic supervision examination of women during pregnancy is referred as dash. Option A. Pre-conceptional care. Option B. Birth plan. Option C. Psychological support. Option D. Antenatal care. Correct answer option D. Antenatal care. Question number 76. When fertilized ovum implants outside the uterine cavity within the fallopian tube, it is termed as dash. Option A. Ectopic pregnancy. Option B. Miscarriage. Option C. Incomplete miscarriage. Option D. Gestational trophoblastic disease. Correct answer option A. Ectopic pregnancy. Question number 77. Persistent craving and compulsive consumption of substances such as ice, clay, soap, coal, starch during pregnancy is termed as dash. Option A. Tialism. Option B. Pica. Option C. Morning sickness. Option D. Heartburn. Correct answer option B. Pica. Question number 78. Syphilis is a sexually transmitted infection caused by dash. Option A. Treponema pallidum. Option B. Human papilloma virus. Option C. Streptococcus. Option D. Cytomegalovirus. Correct answer option A. Treponema pallidum. Question number 79. Pregnant endometrium is termed as dash. Option A. Decidua. Option B. Placenta. Option C. Chorionic villi. Option D. None of the above. Correct answer option A. Decidua. Question 80. A neurological condition associated with preeclampsia manifesting with tonic-clonic convulsion in pregnancy is dash. Option A. HELLP syndrome. Option B. DIC. Option C. Eclampsia. Option D. Fatty liver disease. Correct answer option C. Eclampsia. Question number 81. Taking up of cervical canal into the lower uterine segment during the first stage of labor is called dash. Option A. Dilatation. Option B. Effacement. Option C. Polarity. Option D. None of the above. Correct answer option B. Effacement. Question number 82. Example for inhalation analgesia using in labor is dash. Option A. Oxygen inhalation. Option B. Hydrotherapy. Option C. TENS. Option D. Pre-mixed gas made up of 50% nitrous oxide and 50% oxygen administered via Endonox apparatus. Correct answer option D. Pre-mixed gas made up of 50% nitrous oxide and 50% oxygen administered via Endonox apparatus. Question number 83. Small white follicular cyst commonly known as milk spots, normally which appear on the cheeks, forehead and nose of newborns which clear within 4 weeks of birth. Option A. Milia.
ഓപ്ഷൻ ബി മംഗോളിയൻ സ്പോട്സ്, ഓപ്ഷൻ സി പിഗ്മെന്റഡ് നേവി, ഓപ്ഷൻ ഡി പോർട്ട് വൈൻ സ്റ്റെയിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മിലിയ. Question number 84. The process whereby the dominant graphene follicle ruptures and discharges the secondary oocyte into the pelvic cavity is termed as dash. Option A luteal phase, option B ovulation, option C menstrual phase, option D proliferative phase. Correct answer option B ovulation. Question number 85. Fertilization almost occur in the dash. Option A ambulatory part of the uterine tube, option B endometrium, option C ovary, option D cervix. Correct answer option A ambulatory part of the uterine tube. Question number 86. The maternal surface of the placenta, which is dark red in color, is termed as dash. Option A chorionic plate, option B amnion, option C basal plate, option D chorion. Correct answer option C basal plate. Question number 87. India launched the National Family Welfare Program in the year. Option A 1974, option B 1961, option C 1980, option D 1951. Correct answer option D 1951. Question number 88. Dash is defined as a failure to conceive within 1 or more years of regular unprotected intercourse. Option A infertility, option B hypospadiasis, option C varicocele, option D anovulation. Correct answer option A infertility. Question number 89. Dash is a confirmatory test for HIV infection. Option A PCR, option B Western blot test, option C ELISA, option D RT-PCR. Correct answer option B Western blot test. Question number 90. Mild, benign and transient mood change that begins within 3 to 4 days after delivery and reaches its peak on 2 days after delivery is termed as dash. Option A postpartum blues, option B postpartum depression, option C postpartum psychosis, option D schizophrenia. Correct answer option A postpartum blues. Question number 91. Direct contact with the skin of mother which provides biologically controlled heat source to keep stable low birth weight babies warm is termed as dash. Option A kangaroo mother care, option B lying in ward, option C open care system, option D keeping in incubator with radiant warmer. Correct answer option A kangaroo mother care. Question number 92. Thickened mucus that forms a cervical plug during pregnancy is termed as dash. Option A placenta previa, option B abruption placenta, option C pseudocysis, option D operculum. Correct answer option D operculum. Question number 93. The intermittent irregular painless uterine contractions which occur during pregnancy which has no effect on cervical dilatation and effacement. Option A Braxton Hicks contraction, option B
ട്രൂ ലേബർ പെയിൻ, ഓപ്ഷൻ സി ലേറ്റ് ഡിസലറേഷൻ, ഓപ്ഷൻ ഡി എഫ്ലുറേജ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ. Question number 94. The anterior posterior diameter of the fetal skull, which extends from the midpoint of the chin to the highest point of the sagittal suture, which measures approximately 14 cm, is termed as dash. Option A mendovertical diameter, option B submendovertical diameter, option C submendobregmatic diameter, option D occipitofrontal diameter. Correct answer option A mendovertical diameter. Question number 95. The peripheral outpost of the existing healthcare delivery system in rural area is dash. Option A subcenter, option B primary health center, option C community health center, option D rural hospital. Correct answer option A subcenter. Question number 96. The general norm of selection of the accredited social health activist for the population of option A 600, option B 800, option C 1000, option D 1500. Correct answer option C 1000. Question number 97. New initiative under National Tuberculosis Elimination Program except option A NICSHI, option B ban on TB serology, option C direct benefit transfer scheme, option D link worker scheme. Correct answer option D link worker scheme. Question number 98. Janani Shishu Suraksha Karikramam entitles option A under 5 children, option B pregnant woman, option C lactating woman, option D elderly. Correct answer option B pregnant woman. Question number 99. Which of the following is not the function of store management? Option A preparation of receipt, option B inventory control, option C procurement, option D arranging inspections. Correct answer option C procurement. Question number 100. The means of direction, guidance and controlling the workforce to accomplish the assigned task in the management process is dash. Option A delegation, option B supervision, option C motivation, option D observation. Correct answer option B supervision. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് ഈ ഒരു ചോദ്യപേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഒന്നും കൂടെ റിവിഷൻ ചെയ്ത് ഒന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. പഠിക്കുക, സമയം കിട്ടുന്ന അത്രയും സമയങ്ങൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുക. രാത്രിയിലൊക്കെ ഇരുന്ന് പഠിക്കുക, ഉറക്കം വരുന്നിടം വരെ പഠിക്കുക, ഉറക്കം വരുമ്പോൾ ഉറങ്ങുക എന്നുള്ള രീതിയിലേക്ക് പോവുക. അല്ലാതെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കണ്ട. നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം മാക്സിമം സമയം പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങളാണ് ഇതെനിക്കറിയാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഉത്തരങ്ങൾ, പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഒരേ പോയിന്റിൽ നിന്ന് തന്നെ കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. കുറച്ചധികം സമയം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യുക. നമ്മളെക്കൊണ്ട് പറ്റും. നമുക്ക് ഈ എക്സാമിൽ ജയിക്കാനായിട്ട് സാധിക്കും ഉറപ്പായിട്ടും. ഓക്കെ, ശരി. അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയുക, നമുക്ക് ശരിയാക്കാം. ഓക്കെ.